എല്ലാ കുഞ്ഞനുജന്മാർക്കും അനുജത്തിമാർക്കും അച്ഛനമ്മമാർക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും സ്നേഹിക്കാത്തവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു നല്ല വർഷം 2024 ഒരു ഗംഭീര വർഷമാവട്ടെ. പേഴ്സണലി നമ്മളുടെ ലൈഫിലും അതുകൂടാതെ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി അല്ലേ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ, പ്രളയം, കോവിഡ്, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചു. കോവിഡ് പോലൊരു മാറാവ്യാധി നമ്മുടെ ഈ ഭൂഗോളത്തിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇപ്പോൾ ഈ നിമിഷം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ ചിലപ്പോൾ പണങ്ങളൊക്കെ, അതായത് ഞാനൊരു അക്ബർ ട്രാവൽസ് എന്ന് പറയുന്ന ട്രാവൽ ഏജൻസി, അവരുടെ പ്രൊഡക്ഷനാണ് ഞാൻ തിരിച്ചു വന്ന ഒരുത്തി എന്ന സിനിമയിൽ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നത്. അപ്പോൾ ഞാൻ അവരുടെ ഒരു മാരേജ് ഫംഗ്ഷൻ ഈ റീസെൻ്റ്ലി അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ എങ്ങനെ പോകുന്നു ട്രാവൽസൊക്കെ എന്ന്, കാരണം ഈ കോവിഡ് കാരണം ട്രാവൽസൊക്കെ കംപ്ലീറ്റ്, ട്രാവൽ ഏജൻസിയൊക്കെ കംപ്ലീറ്റ് മോശമായിട്ടിരിക്കുകയായിരുന്നല്ലോ, യാത്രകളൊന്നും ആർക്കും പോകാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, മാഡം കോവിഡിന് ശേഷം ആളുകൾ ഒരുപാട് യാത്ര ചെയ്യാൻ തുടങ്ങിയെന്നാണ്. എന്താ അതിൻ്റെ കാരണം? കോവിഡ് നമുക്ക് വല്ലാത്തൊരു അനിശ്ചിതത്വമായിരുന്നു. കാരണം ഇനി നമ്മളൊന്ന് പുറത്തേക്ക് പോകുമെന്ന് നമുക്കറിയില്ല, നമ്മളിൽ എത്ര പേര് ഇനി ജീവിച്ചിരിക്കും എന്ന് അറിയില്ല. ഇത്രയും നാൾ ഒരു പക്ഷേ എവിടെയും പോവാതെ സ്വരുക്കൂട്ടി വെച്ച് പിന്നീട് പോകാം എന്ന് ആലോചിച്ചവർക്കൊക്കെ ഇനി പോകാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്ക വന്നൊരു സമയമായിരുന്നു. പിന്നെ കൂടപ്പിറപ്പുകൾ ചിലർ നമുക്ക് നഷ്ടപ്പെട്ട വർഷങ്ങളായിരുന്നു ഈ കോവിഡിൽ കടന്നു പോയത്. മരിച്ചവരെ ഒരുപക്ഷെ ഒരു നോക്ക് കാണാൻ പോലും സാധിക്കാത്ത, അവരുടെ മരണത്തിനടുത്തേക്ക് പോലും, ആ ശരീരത്തിനടുത്തേക്ക് പോയി ഒരു അന്ത്യയാത്ര പോലും അല്ലെങ്കിൽ ഒരു അന്ത്യചുംബനം പോലും കൊടുക്കാൻ പറ്റാതെ എത്രയോ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപോയി കോവിഡിൻ്റെ കാലത്ത് അല്ലേ. ഇതൊക്കെ സംഭവിച്ചപ്പോൾ മനുഷ്യൻ എന്താ മനസ്സിലാക്കിയത്? ഇപ്പോൾ ഈ നിമിഷം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. പ്രളയം വന്നപ്പോഴും ജാതി മത പൊളിറ്റിക്കൽ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ, ഒരു രാഷ്ട്രീയ ചിന്താഗതികളും ഇല്ലാതെ നമ്മളെല്ലാവരും ഒരൊറ്റ കുടക്കീഴിൽ ചില സ്കൂളുകളുടെയും ചില വലിയ വലിയ വീടുകളുടെയും കോമൺ ആയിട്ടുള്ള ഒരുപാട് അമ്യൂണിറ്റീസിൽ ആൾക്കാർ കൊടുക്കുന്ന ഭക്ഷണം കൊണ്ട് വലിയവനും ചെറിയവനും ഒക്കെ ഒരുമിച്ച് ഒരൊറ്റ കുടക്കീഴിൽ താമസിക്കേണ്ടി വന്നപ്പോൾ നമ്മൾ അന്നും മനസ്സിലാക്കി, നമുക്കുള്ളതൊന്നു മാത്രമേ ഉള്ളൂ, മാനുഷികത. അത് മാത്രമാണ് നമുക്കുണ്ടാവേണ്ടത്. ഞാനിപ്പോൾ ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് പറഞ്ഞു വരാൻ മറ്റൊരു കാരണവും കൂടിയുണ്ട്. ഈ നിമിഷത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുക, അതോടൊപ്പം തന്നെ നല്ല മനുഷ്യരായി നമ്മൾ ജീവിക്കുക. നിങ്ങൾ കുഞ്ഞുങ്ങളോട് ഞാനിത് പറയാൻ കാര്യം, കഴിഞ്ഞ പ്രാവശ്യം CBSE സ്റ്റേറ്റ് കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ എനിക്കൊരു ഭാഗ്യമുണ്ടായി. അന്ന് ഞാൻ കുഞ്ഞുങ്ങളോട് സംസാരിച്ചപ്പോൾ, അന്ന് കുഞ്ഞുങ്ങളും പേരൻസും ഒക്കെ ഉണ്ട്, ഒരുപാട് സ്ഥലത്തുനിന്ന് വന്ന കുട്ടികളാണല്ലോ. അപ്പോൾ അവരോട് ഞാൻ സംസാരിച്ചപ്പോൾ മൊബൈലിൻ്റെ ഉപയോഗത്തിനെ പറ്റിയും, പിന്നെ അധികമായിട്ട് മൊബൈൽ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾ വളരെ ഇൻടോളറൻ്റ് ആവുന്നു ലൈഫിൽ, അസഹിഷ്ണുതയാണ് നമുക്കൊക്കെ. കാരണം കുറേ ഇപ്പോൾ അച്ഛനും അമ്മയും എന്തെങ്കിലും ഉപദേശിക്കാന്നിരിക്കട്ടെ, നമ്മൾ മതി അമ്മ എന്തുവാ ഇത്, ചുമ്മാ ഇത് തന്നെ പറഞ്ഞു, കാരണം നമുക്കിത് കേൾക്കാനുള്ളൊരു മനസ്സില്ല. ഓക്കെ, ഞാൻ അവിടെ പോകരുതെന്നല്ലേ എനിക്ക് മനസ്സിലായി, ഞാനിത് ചെയ്യരുതെന്നല്ലേ എനിക്ക് മനസ്സിലായി. കാരണം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു അസഹിഷ്ണുതയാണ്, ഇത് കേട്ടുകൊണ്ടിരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ടീച്ചേഴ്സ് പറയുമ്പോഴും അച്ഛനമ്മമാർ പറയുമ്പോഴും, ഇപ്പം അപ്പൂപ്പനമ്മമാരൊന്നും പറയാറില്ല പാവങ്ങൾ, എന്നാൽ പോലും അപ്പൂപ്പനമ്മയൊക്കെ പറയുമ്പോൾ നമുക്ക് ആകെ ഒരു മടുപ്പാണ്. ഇത് എന്താണ് ഇവരിങ്ങനെ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ അസഹിഷ്ണുത ഉള്ള ആൾക്കാരാവുകയാണ്. എന്താ കാര്യം എന്ന് ഞാൻ പറയട്ടെ മക്കളെ. നമ്മൾ അറിയുന്നില്ല, നമ്മൾ പുതിയൊരു യുഗത്തിലേക്ക്, ഒരു മൊബൈൽ യുഗത്തിലേക്ക് കടന്ന് സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ കൈകൊണ്ടിങ്ങനെ, ഇവൻ ഞങ്ങളടക്കം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഫോണിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലുമാണ് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ വാർത്തകൾ ഇങ്ങനെ മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 30 സെക്കൻഡ്, 60 സെക്കൻഡ്, 90 സെക്കൻഡുകളിൽ റീലുകൾക്കുള്ളിലേക്ക് നമ്മുടെ ജീവിതം ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുക. ഒരു നല്ല ഭക്ഷണം കിട്ടിയാൽ അത് ആസ്വദിക്കാൻ നമ്മൾ മറന്നു പോകും. പക്ഷെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ അത് പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കും. ആ രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട്, ഒക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. എല്ലാ ഡെവലപ്മെൻറ്റ്സും, മൊബൈൽ കണ്ടുപിടിച്ചതും TV കണ്ടുപിടിച്ചതും ഫോൺ കണ്ടുപിടിച്ചതും വിമാനം കണ്ടുപിടിച്ചതും ഒക്കെ ഗംഭീരം തന്നെയാണ്. സൈക്കിൾ കണ്ടുപിടിച്ചതും കാറ് കണ്ടുപിടിച്ചതും സ്കൂട്ടർ കണ്ടുപിടിച്ചതും ഒക്കെ കൺവീനിയൻസ് ആണ്. ഇറ്റ് ഈസ് ഓൾ ഗുഡ്. ബട്ട് വെൻ വി യൂസ് ഇറ്റ് ഓൺ ദ റൈറ്റ് സെൻസ്, നമ്മൾ മോശമായിട്ട് അതിനെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അതിന് ചില ദൂഷ്യവശങ്ങളും ഉണ്ട്. നമ്മൾ അതിന് അടിമപ്പെട്ട് പോവാതെ
എവിടേക്കെങ്കിലും ഒന്ന് പോകണമെങ്കിൽ എനിക്ക് സ്കൂട്ടർ ഉണ്ടെങ്കിലേ പറ്റൂ അല്ലെങ്കിൽ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോവാതെ, മറിച്ച് നമ്മളുടെ അടിമകളായി മാത്രം ഈ തരത്തിലുള്ള ഗാഡ്ജറ്റുകളെയും സോഷ്യൽ മീഡിയയെയും ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാർത്തകളെയും അത് സ്വീകരിക്കുന്ന ചെവിയും അത് സ്വീകരിക്കുന്ന തലച്ചോറും നമ്മുടേതാണെന്ന് പോലും നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. കാരണം ആരോ പടച്ചു വിടുന്ന ന്യൂസുകൾ മാത്രം, ആ പറയുന്ന വ്യക്തിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഏതൊരു കാര്യത്തിനെ പറ്റിയും അവർ പറയുന്നുണ്ടാവുക. പക്ഷെ അത് കേട്ട് നമ്മൾ എന്ത് ചെയ്തു? വർഷങ്ങളോളം നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരാളെ നമ്മൾ ചിലപ്പോൾ അവിശ്വസിക്കും. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ റിയൽ ലൈഫിൽ പോലും ഇവിടെ ടീനേജേഴ്സ് ആയിട്ടുള്ള കുറേ കുട്ടികൾ ഉണ്ടാവാം അല്ലേ, അല്ലെങ്കിൽ ചിലപ്പോൾ കോളേജിൽ പഠിക്കുന്നവരും ചിലപ്പോൾ ചേട്ടന്മാരും ചേച്ചിമാരും, അവർക്കൊക്കെ പ്രണയങ്ങൾ ഉണ്ടാവാം. ഈ പ്രണയത്തിന് എന്താ നമുക്ക് വേണ്ടത്? അച്ഛനും അമ്മയും നമ്മുടെ ഫാമിലി ലൈഫിന് നമുക്ക് എന്താ വേണ്ടത്? വിശ്വാസം, ട്രസ്റ്റ്. ഈ ട്രസ്റ്റ് നമുക്ക് നഷ്ടപ്പെടും. എന്താ കാര്യം? നമ്മൾ നിമിഷങ്ങൾ കൊണ്ട് ഒരാൾ പറയുന്ന ഒരു വാർത്തയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുക. ഇന്ന് നമ്മൾ വിചാരിക്കും ഇയാൾ നല്ല ആളാണ്, പക്ഷെ നാളത്തെ വാർത്ത ഓപ്പോസിറ്റ് ഉള്ള ആളാണ് നല്ലതെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അയാളാണ് നല്ല ആള്. അപ്പം മറ്റുള്ളവർ ഫ്രെയിം ചെയ്യുന്ന ഒരു ഫ്രെയിമിങ്ങിനകത്തേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അതൊന്നും ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷേ ഇതിലേക്കൊക്കെ ഞാൻ പറഞ്ഞു വന്നത് ഒരൊറ്റ കാര്യം കുഞ്ഞുങ്ങളോട് പറയാൻ വേണ്ടിയാണ്. ഈ വർഷം നടന്ന സംസ്ഥാന കലോത്സവത്തിലെ വളരെ വേദനാജനകമായ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഒപ്പന മത്സരമല്ലായിരുന്നു. ഒപ്പന മത്സരത്തിനിടയിൽ ഒരു കുട്ടി തലകറങ്ങി താഴെ വീണപ്പോൾ ആ പരിപാടി അവിടെ അവസാനിപ്പിച്ചാൽ അവർക്ക് പോയിന്റ് നഷ്ടപ്പെടും എന്നുള്ളത് ഓർത്തിട്ടായിരിക്കും. കുഞ്ഞുങ്ങൾ പേടിച്ചിട്ടും ആവാം, ടീച്ചേഴ്സൊക്കെ വഴക്ക് പറയുമെന്നൊക്കെ പേടിച്ചിട്ടും ആവാം, അവർ ആ പെർഫോമൻസ് തുടർന്നുകൊണ്ടേയിരുന്നു. നമുക്കെവിടെയോ എമ്പതി നഷ്ടപ്പെട്ടു, സഹാനുഭൂതി നഷ്ടപ്പെട്ടു. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാൻ പറ്റും, ഒരു 10 കൊല്ലം മുമ്പ് നമ്മുടെ റോട്ടിൽ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് വന്നാൽ നമ്മൾ ആരെങ്കിലും അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കണതിനെ പറ്റി ചിന്തിക്കുമോ? 10 കൊല്ലമല്ല, മേ ബി ഒരു 20 കൊല്ലത്തിലേക്ക് പിന്നിലേക്ക് പോകണം. ഒരാൾ പോലും ഒരു ഫോട്ടോ എടുക്കാൻ ചിന്തിക്കില്ല, മറിച്ച് അയാളെ ഒന്ന് കൈത്താങ്ങ് കൊടുക്കാമെന്നാണ് നമ്മൾ ആലോചിക്കുക. പക്ഷെ അത് മാറി വല്ലാതെ ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഒരാളെ കാണുമ്പോൾ ഞാൻ കണ്ട കാഴ്ച എനിക്ക് മറ്റുള്ളവരെയും അറിയിക്കണം, അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടി ഇത് കുറച്ചധികം പേര് കണ്ടാൽ എൻ്റെ ചാനലിന് നല്ലത് വരും എന്ന രീതിയിലേക്ക് നമ്മൾ വളരെയധികം ചുരുങ്ങിപ്പോയി മക്കളെ. അങ്ങനെ ആവേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രൈസൊന്നും അല്ലല്ലോ വലുത്. ഈ പ്രൈസൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യാനാ? എൻ്റെ കാഴ്ചപ്പാടിൽ ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ വയസ്സ് 38ആയി, എൻ്റെ മകന് 13 വയസ്സായി. ഈ പ്രായത്തിനോട് ഇടയ്ക്ക് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ചെയ്യുന്ന എനിക്ക് ഒരൊറ്റ കാര്യം മനസ്സിലായി. നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ എംപതറ്റിക് ആയിട്ടുള്ളവരെയാണ്. നമ്മളൊരു നെൽസൺ മണ്ടേലയെ ഓർക്കും, ഒരു മഹാത്മാഗാന്ധിയെ ഓർക്കും, നമ്മൾ ഏറ്റവും വലിയ പണക്കാരനെയാണ് ഓർത്തിരിക്കുന്നത്. ടാറ്റ എന്ന് പറയുന്ന വലിയൊരു പണക്കാരനെ നമ്മൾ ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ കമ്പനികളുടെ വലിപ്പം കൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പം കൊണ്ടാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ നല്ല വ്യക്തികളാവുക. ഒരാൾ വീണാൽ ഒരു കൈ കൊടുത്തൊന്ന് എഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അവിടേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത് ഒരു പക്ഷേ ഈ സോഷ്യൽ മീഡിയ സംസ്കാരവും കൂടിയിട്ടാവും. നമ്മളൊരു കൺസിഡറേറ്റ് അല്ലാത്ത, എംപതറ്റിക് അല്ലാത്ത കുഞ്ഞുങ്ങളായി മാറരുത്. ഈ ഒരു പ്രോഗ്രാമിന് വന്ന് എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. നമുക്ക് പ്രൈസ് കിട്ടുമോ പ്രൈസ് കിട്ടില്ലയോ, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും നല്ല പെർഫോമർ ആവുമോ, ഞാൻ ഏറ്റവും മിടുക്കിയായിട്ട് പഠിച്ചോ, എനിക്ക് ഏറ്റവും വലിയ ഉദ്യോഗം കിട്ടിയോ, എനിക്ക് ഏറ്റവും വലിയ കോടീശ്വരനാവാൻ പറ്റിയോ, ഇതിനേക്കാളൊക്കെ വലുതാണ് മക്കളെ നമ്മൾ ഏറ്റവും നല്ല മനുഷ്യനായിട്ട്, മറ്റുള്ളവരിൽ എംപതറ്റിക് ആയിട്ട്. ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ നല്ലതിനും ചീത്തയ്ക്കും പല വ്യവസ്ഥയാണ്. അതായത് എൻ്റെ ശരിയും തെറ്റൊന്നും നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. എൻ്റെ ശരി വേറൊരാളുടെ തെറ്റാവാം, അയാളുടെ തെറ്റ് എൻ്റെ ശരിയാവാം, അതൊക്കെ കറക്റ്റാണ്. പക്ഷേ ഒരാൾ വീണാൽ ഒന്ന് എഴുന്നേക്കാൻ കൈ കൊടുക്കുന്നതിന് അതൊക്കെ ഒരു മാനുഷിക മൂല്യമാണ്. ഒരു പാവപ്പെട്ടവനെ കണ്ടാൽ, ഒരാൾ വിഷമിച്ച് കരയുന്നത് കാണുമ്പോൾ നമ്മുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ അതാണ് നമ്മുടെ ഉള്ളിലെ എംപതി. ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടോട്ടെ, നിങ്ങളുടെ എംപതി നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരുന്നാൽ, സഹാനുഭൂതി നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരുന്നാൽ നിങ്ങളൊരു ഉഗ്രൻ വ്യക്തിയാണ്. ഒരു സംശയമില്ല. ആര് നിങ്ങളോടല്ല എന്ന് പറഞ്ഞാലും അതങ്ങനെ തന്നെയാണ്. കാരണം നമ്മുടെ മനസ്സിൽ മായാതെ മരിക്കാതെ നിൽക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു നടനുണ്ട്, കലാഭവൻ മണി. അദ്ദേഹത്തിനെ നമ്മൾ ഓർക്കുന്നത് പാട്ടിലൂടെ അഭിനയത്തിലൂടെ മാത്രമല്ല, ഒരു നല്ല മനുഷ്യനാണ്. ഒരു പാവപ്പെട്ടവന്റെ വിഷമം കണ്ടാൽ മനസ്സലിയുന്ന ഒരു ഗംഭീര വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളത് കൊണ്ടല്ലേ നിങ്ങളെല്ലാവരും ഒരു പരിധിവരെ അദ്ദേഹത്തെ ഓർക്കുന്നത് അല്ലേ?
അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഈ കേരളം, എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ ഇങ്ങനെ ഒരാൾ മരിച്ചിട്ട് റോഡ് മുഴുവൻ ബ്ലോക്കായി അങ്ങനെ കടന്നൊരു സംഭവം ഉണ്ടാവില്ല. ഇത് ഇവർക്കൊക്കെ ചോദിച്ചാൽ അറിയാം, ഇവരുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഓരോ മനുഷ്യരെയും, കൂടെ ഉള്ളവരെ ഇങ്ങനെ താങ്ങി നിർത്തുന്ന ഒരു സ്നേഹസമ്പന്നനായ മനുഷ്യനായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മണിച്ചേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിനെ വലിയവനാക്കിയത് അദ്ദേഹത്തിൻ്റെ പണം. ഓഫ് കോഴ്സ് കലാകാരന്മാരെ നമ്മൾ സ്നേഹിക്കും, അവരുടെ കല കൊണ്ട് നമ്മൾ സ്നേഹിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ കലയ്ക്ക് മുകളിലേക്ക് അദ്ദേഹത്തിനെ ഒരു മഹാനാക്കി മാറ്റിയത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്നും ജീവിച്ചിരിക്കുന്ന മണിച്ചേട്ടൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഉള്ളിലൊരു സ്പിരിറ്റാണ്. ആ സ്പിരിറ്റ് കൊണ്ടു തന്നത് അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ ഒരു സഹാനുഭൂതിയാണ്, മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ളൊരു മനസ്സാണ്. അതുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും വലിയ ഭാവി ഉണ്ടാവട്ടെ, വലിയ കലാകാരന്മാരാവട്ടെ, വലിയ എൻജിനീയർമാരും സയൻറ്റിസ്റ്റുകളും ഡോക്ടേഴ്സും വലിയ രാഷ്ട്രീയ പ്രവർത്തകരും ജനങ്ങളെ സേവിക്കുന്നവരും ഒക്കെ ആവട്ടെ നിങ്ങൾ. പക്ഷേ ഇതൊക്കെ ആവുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ നല്ല വ്യക്തികളാവട്ടെ, മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റട്ടെ, ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ പറ്റട്ടെ, നല്ല ഒരു ഭാവി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.